ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നേന്ത്രപ്പഴം കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന 2 തരം സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു സ്നാക്സ് നല്ല സോഫ്റ്റ് ആയിട്ട് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നല്ല പഴുത്ത് കറുത്ത് പോയ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കണ്ടോ, ഇതുപോലത്തെ നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ആവശ്യം ഒരു 3 നേന്ത്രപ്പഴം കേട്ടോ. വലിയ നേന്ത്രപ്പഴം ഒന്നുമില്ല, ഒരു മീഡിയം സൈസുള്ള നേന്ത്രപ്പഴമാണ്. ചിലതൊക്കെ നല്ല ചെറുതാണ്. അപ്പോൾ അതിനൊരു 3 എണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മതി. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സ്നാക്സ് എത്ര വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് പഴം എടുക്കാം. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് നേന്ത്രപ്പഴമൊക്കെ ഞാനിവിടെ മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക. ഇനി ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി, ഒരു 1/2 കപ്പോളം തന്നെ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു കട്ടകളുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ പഴമൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയിലാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾ പഞ്ചസാര ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. പുട്ടിനുള്ള പൊടി എടുക്കരുത്, മറ്റേതാണേലും കുഴപ്പമില്ല. പിന്നെ ഒരു കപ്പോളം ഞാൻ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദ ചേർത്തതിന് പകരം നമുക്ക് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. മൈദയാകുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിരിക്കും. ഗോതമ്പ് പൊടിയാണെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ ടേസ്റ്റ് എന്തായാലും ഒരുപോലെ തന്നെ ആയിരിക്കും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാനെടുത്ത നേന്ത്രപ്പഴത്തിന് കറക്റ്റ് അളവാണ് നമ്മൾ 1 കപ്പ് മൈദയും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും ചേർത്തത്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന നേന്ത്രപ്പഴത്തിനനുസരിച്ചായിരിക്കും ഇതിലേക്ക് പൊടിയൊക്കെ ചേർക്കേണ്ടത്. അപ്പോൾ നല്ല ലൂസാണെങ്കിൽ പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒട്ടും വെള്ളം ചേർക്കരുത്. ആ നേന്ത്രപ്പഴത്തിൻ്റെ മിക്സിൽ തന്നെ നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്പൂണിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മുറിഞ്ഞ് വീഴുന്ന ഈ രീതിയിലാണ് നമുക്ക് നമ്മുടെ ബാറ്റർ തയ്യാറായി കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങയാണ്. ഒരു 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയൊക്കെ ചിലർക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 1/2 കപ്പൊക്കെ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നേരത്തെ ഞാനൊരു 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെ മതിയെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എത്ര മതി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലപോലെ ചൂടായിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്തെടുക്കുക. നല്ല പോലെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കുറച്ച് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ പഴമാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. കൂടുതലായിട്ട് കളർ മാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കണ്ട ചെറുതായിട്ട് കളർ മാറിയിട്ടുള്ളൂ. ഇനി ഒരു സൈഡും കൂടി ആയി കിട്ടുമ്പോഴത്തേന് നല്ല കളർ മാറും. കണ്ടത് ഈ രീതിയിലായി കിട്ടിയാൽ മതി. പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം കളറാണെന്നുള്ളത്. ഇതിൽ കൂടുതൽ കളറായാൽ എന്തായാലും കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നതും കൂടി ഇതുപോലെ ഒന്നും ചെയ്തെടുക്കാം. അത് മുഴുവനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്സാണ്. ഉൾവശം നല്ല സോഫ്റ്റായിട്ട് പുറം വശമൊക്കെ നല്ല ക്രിസ്പിയാണ്. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്നാക്സ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം.
വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നേന്ത്രപ്പഴം ഞാൻ 3 എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ളത് തന്നെയാണ്. എന്നിട്ട് ഇതുപോലെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കട്ടി കൂട്ടിയിട്ട് വേണമെങ്കിൽ മുറിച്ചെടുക്കാം. പക്ഷേ കനം കുറച്ചിങ്ങനെ മുറിച്ചെടുക്കുമ്പോഴാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റായി കിട്ടും. അത് നമുക്കിനി ആവിയിൽ വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാനൊരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതിൽ കിട്ടും, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ചെറുതായി മുറിച്ചെടുത്തുകൊണ്ട് പെട്ടെന്ന് ഇതൊന്ന് ആവിയിൽ വെന്ത് കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് ശരിയായി കിട്ടും. നമ്മൾ പഴം വെച്ച് കൊടുക്കുമ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് ആവി കയറണം, എന്നിട്ട് ഇത് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുഴുങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പോൾ അത് 5 മിനിറ്റിന് ശേഷം നമ്മുടെ പഴമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നല്ല കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടതും. അപ്പോൾ ഇനി ഇത് തണുത്തതിൻ്റെ ശേഷമാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തയ്യാറാക്കാൻ നമ്മൾ എടുക്കുന്ന നേന്ത്രപ്പഴം നല്ല പഴുത്ത് കറുത്ത് പോയത് വേണ്ട, ഒരു മീഡിയം പഴുത്ത നേന്ത്രപ്പഴം മതി നമുക്കിത് തയ്യാറാക്കാൻ. അപ്പോഴേ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എടുത്തിട്ടുള്ള പഴമൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുട്ടയും അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് പൊടിയും കൂടെയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള 2 മുട്ടയാണ്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ച് മുട്ടയും ബ്രെഡ് പൊടിയൊക്കെ എടുക്കുക. അപ്പോൾ ഞാനെടുത്ത പഴത്തിന് ഈ 2 മുട്ട മതിയാവും. പഞ്ചസാരയൊക്കെ മുട്ടയിൽ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിന്ന് ഓരോ പീസ് എടുത്തിട്ട് മുട്ടയിലൊന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് പൊടിയിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. പ്രാവശ്യമാണ് ആദ്യം ചെയ്തെടുത്തത്. അതായത് മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തു, അങ്ങനെ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ എന്താ പറയുക, കോട്ടിങ് കുറച്ച് കുറവാന്ന് തോന്നിയിട്ടോ. അപ്പോൾ അത് കാരണം 1-2 അങ്ങനെ ചെയ്തു. പിന്നെ ചെയ്തതൊക്കെ ഫസ്റ്റ് മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ നമ്മൾ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തു. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് നല്ല കട്ടിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുത്തപ്പോൾ നല്ല പോലെ നമുക്കൊന്ന് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മിക്സ് ഉണ്ടാക്കിയല്ലോ, അതിൽ കുറച്ച് ഓയിൽ ബാക്കി ഉണ്ടായിരുന്നു. അതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കാരണം പഴമൊക്കെ ഓൾറെഡി ഇത് കുക്കായതാണ്. ഇനി ഇതിൻ്റെ മുകളിലത്തെ ആ കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടേണ്ട ആവശ്യമല്ലുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മൾ കോരിയെടുക്കണം. ബ്രെഡ് പൊടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്, നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണ ഇട്ടിട്ട് ഒപ്പം ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒട്ടിപ്പിടിക്കണ പേടിയൊന്നുമില്ല. നമുക്ക് എത്ര വേണമെങ്കിലും സ്പേസിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഉൾവശമൊക്കെ നല്ല സോഫ്റ്റാണ്, പുറംവശം നല്ല ക്രിസ്പിയാണ്. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്സാണ്. 2 റെസിപ്പീസ് നമ്മൾ ഈ വീഡിയോസിൽ കാണിച്ചു. രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.